പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ കദ്ദബൂ ബിമാ യുഹീതു ബിഇൽമിഹി. അല്ല, മുഴുവൻ വശവും അവർ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത, അതുപോലെ തന്നെ അനുഭവ സാക്ഷ്യം അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ അവർ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണ്. അപ്രകാരം തന്നെയാണ് അവരുടെ മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയത്. എന്നിട്ട് ആ അക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക. അപ്പം എല്ലാ വശവും അവർക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. മനസ്സിലായി, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഒരാളിപ്പോൾ വാക്സിന് മോശമാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഏകദേശം അറിയണം വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന അതിൽ mRNA വാക്സിനാണ്, ഇതിൽ ഗ്രാഫീൻ ഓക്സൈഡ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം മാത്രമേ അതിനെ നിഷേധിക്കാൻ പറ്റുള്ളൂ. അറിയാതെ ഒരു കാര്യത്തോട് നിഷേധിക്കരുതല്ലോ. ചിലപ്പോൾ ഒരാൾക്ക് ഭൂമി പരന്നതെന്ന് പറഞ്ഞാൽ ഉടനായിട്ട് നിഷേധിക്കാൻ പാടില്ല. ആ പറഞ്ഞ് ശരിയാണോ, അവർ സമർപ്പിച്ച ലേഖനം, അതിനുവേണ്ടി അവർ കൊണ്ടുവന്ന ലേഖനം ഒന്ന് വായിച്ച് നോക്കട്ടെ എന്നൊന്നും പറയാതെയാണ് ഒരു കൂട്ടം ആൾക്കാർ ഭൂമി പരന്നതാണെന്ന് പറയുമ്പോൾ തന്നെ നിഷേധിക്കുന്നതും മതസ്ഥപ്പെട്ടന്മാരെന്ന് നമ്മളെ ആക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഖുർആന് പല കാര്യങ്ങളും നിങ്ങൾ ഇതേ ദൈവങ്ങളെ ആരാധിക്കരുത്, സത്യമേ പറയാവൂ, കളവ് ചെയ്യരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ അവർ നിഷേധിക്കും. പ്രവാചകനെ തന്നെ കുറ്റം പറയാൻ തുടങ്ങും. കാരണം അവർക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞ മാതിരിയൊന്നും പ്രവാചകൻ പറഞ്ഞ മാതിരിയൊന്നും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് നിഷേധിക്കും, ഒറ്റയടിക്ക് നിഷേധിക്കും. യാതൊരു അനുഭവ സാക്ഷ്യം അവർക്ക് അതിൽ വന്നിട്ടില്ല. മനസ്സിലായി. ഇപ്പം ഖുർആനിൽ സമാധാനം, ഇസ്ലാം സമാധാനമാണെന്ന് പറയുമ്പോൾ ആ സമാധാനത്തിലൂടെ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജീവിച്ചവർക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ അത് ആ സ്വഭാവ ഗുണങ്ങൾ അവർക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഇസ്ലാമിൽ വരാത്തത് കൊണ്ട് അവർക്ക് ആ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് അനുഭവിക്കാൻ കഴിയാത്ത അവരാണ് പറയുന്നത് എന്താണ്, ഈ പ്രവാചകൻ പറയുന്ന കളവാണ്, ഇസ്ലാം സമാധാനമല്ല എന്നെല്ലാം ദൃശ്യത്തിൽ. അപ്പോൾ അവർ ഇതൊന്നും മനസ്സിലാക്കിയാതാണ് ഇവരിത് ഇതൊക്കെ പറയുന്നത്. അവരുടെ മുമ്പുള്ളവരും ഇതുപോലെ നിശ്ചയിച്ച് തരുന്നുണ്ട്. എല്ലാ ജനങ്ങളും ഒക്കെ ഒന്ന് തന്നെ. ഈയുള്ളവൻ പരന്ന ഭൂമിയിൽ ഫ്ലാറ്റത്ത് ഗ്രൂപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ ഭൂമി പരന്നതെന്ന് പറയുമ്പോൾ അധികം അവരുടെ ഭൂമിക്കാരും പറഞ്ഞ് അവർ മതസ്ഥപ്പെട്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ലോകത്തിപ്പോൾ ഒരു 30% പേര് ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ നിരീശ്വരവാദി പൊട്ടന്മാർ എന്താ പറയുന്നത്, ചന്ദ്രനിൽ പോയിട്ടുണ്ട്, ചെലവ് കൂടും, അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോവാത്തത്. ഇപ്പോൾ ചൊവ്വയിലും ബുധനിലുമൊക്കെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, റോക്കറ്റ് വിക്ഷേപിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചിലവല്ലേ. അപ്പോൾ ഓരോ ഞണ്ടിന്യായങ്ങൾ പറയും. കാരണം അവർക്ക് ശാസ്ത്രമാണ് ദൈവം. ഏകനായ ദൈവത്തെ നിശ്ചയിച്ചുകൊണ്ട് സ്ഥാനത്ത് മറ്റൊരു ദൈവത്തെ അവർ സമർപ്പിക്കും. അതാണ് നാസ. അപ്പോൾ നാസയെ അവർ ദൈവമാക്കി കണക്കാക്കിയപ്പോൾ നാസ പറയുന്നത് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് പറയാം. നാസയും കൂടി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ടു പോകുമല്ലോ സമൂഹത്തിൽ. അപ്പോൾ നാസയെ എങ്ങനെയെങ്കിലും പിന്താങ്ങുന്നതാണ് ഒരു ലക്ഷ്യം. അപ്രകാരം തന്നെയാണ് അവിടെ മുമ്പുള്ളവർ. ഇത് ആദ്യനബിയുടെ കാലത്ത് മുതൽക്ക് തന്നെ ഉണ്ട്. ഇപ്പം നമ്മളെ കാബേലിൻ്റെ നമുക്കറിയാമല്ലോ, കാബേലും നിഷേധിച്ചു അല്ലേ. ആബേൽ എന്ത് ചെയ്തു, ഒരു മുട്ടനാടിനെ അറുത്തിട്ട് അള്ളാഹുവിന് ബലി കൊടുത്തു. പക്ഷേ മറ്റവൻ കൊടുത്തത് കുറച്ചും താന്ന പച്ചക്കറികളാണ് കൊടുത്തത്. അപ്പം ആബേലിനെ സ്വീകരിച്ചു. അത് മുട്ടനാടായതുകൊണ്ടല്ല സ്വീകരിച്ചത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയും ഒക്കെയാണ്. മനസ്സിലായി. അദ്ദേഹം പിതാവിനെ അനുസരിച്ചു. കാബേലാവട്ടെ പിതാവിനെ അനുസരിച്ചതുമില്ല. അപ്പോൾ മനസ്സൊക്കെ ഐശ്വര്യക്കേട് കാണിക്കുന്നവരെ ബലി സ്വീകരിക്കില്ലല്ലോ. പിന്നെ ലാഭം നോക്കി പിശുക്ക് നോക്കുകയും ചെയ്തു, പിശുക്കനായും ചെയ്തു. അപ്പോൾ സ്വീകരിക്കില്ലല്ലോ. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മസാലപ്പീടി ഉണ്ട് നോക്കാം. ഒരു മസാലപ്പീടിക്കാരൻ വളരെ പിശുക്കിട്ട് സാധനങ്ങളെ കറക്റ്റ്, ഇപ്പം 1 കിലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 കിലോ തന്നെ എടുക്കും. 5 ഗ്രാം വരെ കൂട്ടിയെടുക്കില്ല.
പിന്നെ അതുപോലെ തന്നെ കവറുകൾ, പൊതിഞ്ഞ് കഴിഞ്ഞ കവറ് പഴയ കവറിൽ ഇട്ട് തരും. ഒക്കെ പിശുക്ക് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പീടികയിൽ പോകില്ലല്ലോ. ഇപ്പോൾ അതുപോലെ തന്നെ ഇത് പിശുക്ക് കാണിക്കുമ്പോൾ അവരെ ഇത് സ്വീകരിക്കില്ല അല്ലാഹു. അതുകൊണ്ട് കാബേലിനെ സ്വീകരിച്ചില്ല. പിന്നെ സ്വഭാവം മോശമായിരുന്നു, പിതാവിനെ അനുസരിച്ചില്ല, സഹോദരനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ ബലി സ്വീകരിച്ചതുമില്ല. പിന്നെ യമാനല്ലോ ഏറ്റവും താഴ്ന്ന ഒരു ഇതാണ് എടുത്തത്, പച്ചക്കറി. അപ്പം ആ ആർന്നമിയുടെ കാലത്ത് തന്നെ ഉള്ള മക്കൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞത് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അവർ പിന്നെ അതിന് കാരണം അവരുടെ സുഖലോലുപക്ക് ചില കാര്യങ്ങൾ തടസ്സമാകുമ്പോൾ അതിനെ അപ്പടി നിഷേധിക്കുക. ഇപ്പം പഠനഭൂമിയെ നിഷേധിക്കുന്നവർ പ്രധാനമായിട്ടും ഇവരാണ്, അധികം അധ്യാപകന്മാർ, അതുപോലെ തന്നെ കൊറോണ വിദ്യാഭ്യാസം മൂലം ജോലി നേടിയവർ. അപ്പോൾ അവർക്ക് സാത്താനിസം യൂറോപ്യന്മാരെ ഷൂ നക്കി കൊടുക്കണം, അങ്ങനെ കിട്ടിയതാണ് അവർക്ക് ജോലി, സർക്കാർ ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് അവരൊരിക്കലും നമ്മൾ പഠനഭൂമി എന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല, അവർ അംഗീകരിക്കില്ല. പിന്നെ നമ്മൾ പഠനഭൂമി വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പാവപ്പെട്ടവരും വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തവരും ഒക്കെയാണ്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കൂ. നമ്മളെപ്പോഴും ഒരു സാധനം മേടിക്കുമ്പോൾ, പണ്ടൊക്കെ ഞാനൊരു കാർട്ടൂൺ ബോക്സ് കമ്പനിയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ പണിയെടുക്കുമ്പം നിങ്ങൾ ആൾക്കൊക്കെ ബോക്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളെന്ത് ചെയ്യും, നമ്മൾ അടിച്ചു കൊടുക്കുന്ന ചില കമ്പനിക്കാരുടെ പേര് പറയുമ്പോൾ അവർ ഇന്ന കമ്പനിക്ക് നിങ്ങളാണ് അടിച്ചു കൊടുക്കുന്നത്, എന്നാൽ നമുക്ക് വേണമെന്നാണ്. അപ്പോൾ അത് മറ്റുള്ള വലിയ പ്രമുഖമായ കമ്പനികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാകുമ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യും, ബോക്സ് നമ്മളിൽ നിന്ന് വാങ്ങും. അപ്പോൾ അതുപോലെ തന്നെ അവർ നോക്കുക, നമ്മളുടെ ഈ പഠനം വിശ്വസിക്കുന്ന ആളുടെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ സ്ഥാനം, ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെയും വിശ്വസിക്കുന്നവരുണ്ട്. ചിലർക്ക് സത്യം മാത്രം നോക്കും, മറ്റുള്ളവരെ നോക്കില്ല, മറ്റൊന്നും നോക്കില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ മക്കയിലെ കുറേശ്ശികൾ. പ്രവാചകനിൽ അവർ വിശ്വസിച്ചില്ല. കാരണം പ്രവാചകന് വളരെ പാവപ്പെട്ട വ്യക്തിയാണ്. പിതാവും മാതാവും മരിച്ചു, ഒരു മൂത്താപ്പ ഉണ്ടായിരുന്നു, അദ്ദേഹവും മരിച്ചു, പിന്നെ വേറൊരു മൂത്താപ്പയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യമല്ല നോക്കുന്നത്, അദ്ദേഹം പറഞ്ഞ സത്യമാണോ, നമ്മുടെ മുൻ വേദങ്ങളിൽ പരിശോധിച്ച് നോക്കട്ടെ എന്ന ചിന്തയൊന്നും അവർക്കില്ല. ഒറ്റയടിക്ക് നിഷേധിക്കുക. കാരണം പ്രവാചകൻ പറഞ്ഞതൊന്നും പാലിക്കാൻ കഴിയില്ല അവർക്ക്. മദ്യം ഉപേക്ഷിക്കണം, മദ്യരാക്ഷി പാടില്ല, സത്യമേ പറയാവൂ, ഇതൊക്കെ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉടനെ വേഗം നിഷേധിച്ച് കളയുക. പ്രവാചകനെ കുറ്റം പ്രവാചകൻ കവിയാണ്, അങ്ങനെയാണ്, ഭ്രാന്തരാണെന്നൊക്കെ പറയും. മാതല്ല. അപ്പം ഇത്തരം ശത്രുക്കളെ തൊട്ട്, ഭൂമിയുടെയും മനുഷ്യരുടെയും പ്രപഞ്ചത്തിലെ ശത്രുക്കളായ സത്യനിഷേധികളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.